മാഷേ, അതിൽ നേരത്തെ വന്നോ? കുറച്ച് സമയമായി മാഷേ. മാഷിന്റെ മകളും മരുമനും ഇവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിയാ, ഞാൻ വിളിച്ചു പറയേണ്ടതായിരുന്നു. അതില് ഉച്ച കഴിഞ്ഞേ വരുമെന്നാ ഞാൻ വിചാരിച്ചത്. അതിലല്ല മാഷേ, ആദിത്യൻ. ആ, അങ്ങനെയാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നന്നായി. സ്വർണ്ണക്കടത്തുകാർക്ക് രഘു സ്വർണം തിരിച്ചു നൽകിയിട്ടില്ല എന്നതിന് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ? ഇല്ല മാഷേ, അതത്ര എളുപ്പമല്ല. രഘുവിനെ സംശയിക്കാവുന്ന എല്ലാ പഴുതുകളും അവൻ അടച്ചിരിക്കുക. എന്നുവെച്ചാ മയൂരി ഗാർമെന്റ്സ് രഘുവിന്റെ പേരിലല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ദേവദാസ് സാറിന്റെ പേരില. അപ്പോ രഘു പറയുന്നതായിരിക്കോ സത്യം? അവന്റെ കയ്യിലെ സ്വർണം വിറ്റ പണം കൊണ്ടാണ് ഗാർമെന്റ്സ് വാങ്ങിയതെങ്കിൽ അവന്റെയോ അമ്പിളിയുടെയോ പേരിലാവണ്ടേ ഗാർമെന്റ്സ് രജിസ്റ്റർ ചെയ്യേണ്ടത്? അതാ മാഷേ ഞാൻ പറഞ്ഞത്, ബുദ്ധിപരമായ നീക്കമാണെന്ന്. ഇനി സത്യം തെളിയിക്കാൻ എന്റെ മുന്നിലുള്ള വഴി ഞാൻ ആ സ്വർണം കാറിൽ തന്നെ വെച്ചിരുന്നുവെന്ന് ബോസിനോട് തുറന്നു പറയാന്നുള്ളതാണ്. ചിലപ്പോ അത് മറച്ചു വെച്ചതിന് ബോസ് എന്നെ ശിക്ഷിക്കുമായിരിക്കും. പക്ഷേ അതിലും വലിയ ശിക്ഷയായിരിക്കും രഘുവിന് കിട്ടാൻ പോകുന്നത്. വേണ്ട, അത് ഉടനെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമുക്ക് നോക്കാം. തൽക്കാലം അതിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ കുറച്ച് പണം തരാം. ഇതാ 1,00,000 രൂപയുണ്ട്. അയ്യോ മാഷേ, ഇത് എന്താ ശബരേട്ടാ? ആദ്യത്തിനായിട്ട് സംസാരിക്കാം. എന്റെ പേരിലുണ്ടായിരുന്ന ഒരു എഫ്ഡിയാ. അതിലിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ട്രീറ്റ്മെന്റിനും മറ്റും ഒരുപാട് കാശ് വേണ്ടതല്ലേ. ഇതിരിക്കട്ടെ. അയ്യോ, പൈസ ഇത് വെച്ച്. ഞാൻ പറഞ്ഞില്ലേ ശബരേട്ടാ, ഈ ആദ്യത്തിന്റെ കാര്യത്തില് എന്തോ ദുരൂഹതയുണ്ട്. എന്നാ ഞാൻ പോട്ടെ മാഷേ. മകളും മരുമനും ചോദിച്ചാ ഞാൻ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ ശരി. അവൻ പോവാന്ന് തോന്നുന്നു.